ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ക്രിസ്മസിന് വേണ്ടി ഉള്ള നമ്മുടെ ഒരുക്ക ദിവസങ്ങളിലൂടെയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുന്നത്. പല വിധത്തിൽ നമ്മൾ നോമ്പ് ആചരിക്കാറുണ്ട്. മത്സ്യമാംസാദികളൊക്കെ വർജിച്ച് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയി നന്നായിട്ട് പ്രാർത്ഥിച്ച് പരിത്യാഗമെടുത്ത് നമ്മൾ നോമ്പ് കാലം ഉപവാസത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയൊക്കെ കാലഘട്ടമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജനന തിരുനാളുമായി ബന്ധപ്പെട്ട് ഒരുപാട് നമ്മൾ ഒരുങ്ങിയാണ് ആ ആഘോഷത്തിലേക്ക് ചേരാറുള്ളത്. 2020 നമ്മുടെ ക്രിസ്മസിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. 19 നമ്മുടെ കേരളത്തിൽ വലിയ പ്രകൃതി ദുരന്തം ഉണ്ടായൊരു കാലഘട്ടമാണ്. 20 അതിൻ്റെ കുറച്ച് ഭാഗം ഉണ്ടായി. 20 ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, രാജ്യങ്ങളെയൊക്കെ പിടിച്ച് കുലുക്കിയ ഒരു കാലഘട്ടമാണ്. നമുക്കതറിയാം. അപ്പോൾ ഈ നോമ്പിന് ചില പ്രത്യേകതയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിരുനാളിനോടനുബന്ധിച്ച് അതിൻ്റെ നോമ്പെടുത്ത് ഒരുങ്ങുന്ന ഈ സമയത്ത് ലൂക്ക 2:14 കർത്താവ് പറഞ്ഞൊരു വചനം നമുക്ക് ഓർക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഇന്ന് ഈ നോമ്പിനൊരുക്കമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും, ഓരോ വ്യക്തികളും സമാധാനവാഹകരായി തീരണം. അപ്പം നമ്മുടെ നോമ്പാചരണം എൻ്റെ ജീവിതത്തിലും മറ്റുള്ളവർക്കും സമാധാനം നൽകുന്ന, സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്ന, കുടുംബത്തിൽ, പ്രത്യേകിച്ച് കുടുംബ പശ്ചാത്തലത്തിൽ സമാധാനത്തിൻ്റെ ഒരു നല്ല അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടായിരിക്കട്ടെ നമ്മുടെ ഈ വർഷത്തെ ഈ ക്രിസ്മസ് നോമ്പ്, അതിന് മുമ്പുള്ള നോമ്പ് ആചരണം നമ്മൾ നടത്തേണ്ടത്. അതിനുവേണ്ടി നമുക്കൊരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് തുടങ്ങാം. കർത്താവായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്ക് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ശക്തമായ അഭിഷേകം ഓരോരുത്തർക്കും നൽകണമേ. ഒരു പുതിയ ചിന്തകൾ, ഒരു പുതിയ ആലോചനകൾ ഓരോരുത്തർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവായ ദൈവമേ, ലൂക്ക 2:14 പറഞ്ഞതുപോലെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. സമാധാനത്തിൻ്റെ വാഹകരായി ഞങ്ങൾ തീരാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ നോമ്പാചരണത്തിൽ ആ വിധത്തെ കണ്ട് ഒരു പുതിയ ചൈതന്യത്തിലോ പോകാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരികയും ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. മുൻകൂട്ടി എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. അപ്പോൾ സമാധാനവാഹകരായി തീരുക. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ നോമ്പ് ആചരിക്കുമ്പോൾ സാധാരണഗതിയിൽ ഉപവാസം എടുക്കുന്നു, പരിത്യാഗത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇറച്ചി, മീൻ, മുട്ട, പാല്, തൈര്, ഇങ്ങനെയുള്ള നമുക്ക് സന്തോഷപ്രദമായ ചില ആഹാരങ്ങൾ വർജിക്കാറുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഇന്ന് കുടുംബാന്തരീക്ഷം വളരെ കലങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒന്നാമത് കൊറോണയുടെ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റായിട്ട് നമ്മുടെ കുടുംബങ്ങളിലും ജീവിതങ്ങളിലൊക്കെ ഒരുപാട് തകർച്ചകളും അസമാധാനങ്ങളൊക്കെ വന്ന് ഭവിച്ചിട്ടുണ്ട്. ജോലി നഷ്ടപ്പെട്ടവരുടെ സമാധാനം പോയി, ബിസിനസ് പൊളിഞ്ഞവരുടെ സമാധാനം പോയി. എത്രയോ പേര് നമ്മുടെ ലോകത്ത് ഇതിൻ്റെ പേരിൽ തന്നെ മാനസികമായി തകർന്നു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബ ബന്ധവുമായി, കുടുംബ പശ്ചാത്തലവുമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ യഥാർത്ഥത്തിലുള്ള സമാധാന അന്തരീക്ഷത്തിൽ നമുക്ക് ഈ നോമ്പിൻ്റെ അനുഷ്ഠാനങ്ങൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതോ ബാഹ്യമായ ചില ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അത് പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന സംഗതികളാണ്. അത് മാത്രം ചെയ്തുകൊണ്ടുള്ള ഒരു ഒരുക്കമാണോ ക്രിസ്മസിന് വേണ്ടി നമ്മൾ നടത്താൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ തുടങ്ങി വെച്ചിരിക്കുന്നത്? ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ കുടുംബത്തിൽ ഭാര്യ ഭർത്തൃ ജീവിതത്തിലാണെങ്കിലും മാതാപിതാക്കളും മക്കളുമായിട്ടുള്ള ബന്ധത്തിലും ജീവിതത്തിലുമാണെങ്കിലും ഏതൊരു സാഹചര്യങ്ങളിലും ഒരു സമാധാന അന്തരീക്ഷം നിലനിർത്തുക, അത് വളരെ പ്രയാസമേറിയ കാര്യമാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതി ഇതാണ്. ഈ നോമ്പിൽ നമ്മളത് ചിന്തിക്കണം. അതിന് കാരണം ഇതാണ്: നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ സംസാരം, നമ്മുടെ പെരുമാറ്റം, ഈ സംഗതി കൊണ്ടാണോ നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനത്തിൻ്റെ അന്തരീക്ഷം തകരുന്നത്? ഇത് ഓരോരുത്തരും വ്യക്തിപരമായി ചിന്തിക്കേണ്ടതാണ്. പ്രസംഗിക്കുന്ന ഞാനും അത് തന്നെയാണ് ചിന്തിക്കേണ്ടത്, കേൾക്കുന്ന നിങ്ങളും. അപ്പം നമുക്ക് ഇറച്ചി വേണ്ടാന്ന് വെച്ചാൽ എളുപ്പമായിരിക്കാം,
മീൻ വേണ്ടെന്ന് വയ്ക്കാനും ചിലപ്പോൾ എളുപ്പമായിരിക്കാം. പക്ഷേ എൻ്റെ വാക്ക്, എൻ്റെ പെരുമാറ്റം, എൻ്റെ സംസാരം, എൻ്റെ ഏതെങ്കിലും വിധത്തിലുള്ള ഇടപെടലുകൾ വഴി എൻ്റെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം സമാധാനത്തിൻ്റെ അന്തരീക്ഷം തകരുന്നുണ്ടോ? അതോ ഞാൻ മൂലം എൻ്റെ കുടുംബത്തിൽ സമാധാനം വളരെയാണോ ചെയ്യുന്നത്? ഇതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അത് ചിന്തിച്ചാൽ മാത്രം പോരാ, അതിനെ തുടർന്ന് നമ്മൾ ചില നടപടികളെ കൈക്കൊള്ളണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 20-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് അവർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു അവരുടെ മധ്യേ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അപ്പം നമ്മുടെ ശിക്ഷകണം ഭയം നിമിത്തം വലിയൊരു അസമാധാനത്തിൽ അവരുടെ ജീവിതം പോവുകയാണ്. കാരണം യഹൂദരോടുള്ള ഭയമാണ്. യേശുക്രിസ്തുവിനെ കൊന്നതുപോലെ ഈ ശിഷ്യന്മാരെയും കൊല്ലുമോ എന്ന ഭയമൊക്കെ അവരുടെ ഉള്ളിലുണ്ട്. ഇന്ന് ഇതുപോലെ ഈ ശിഷ്യന്മാർ ഭയപ്പെട്ടതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ അസമാധാനം കൊണ്ടുവരുന്നത്. ഒരുപാട് ഭയമാണ്. ഭാവി എന്തായിത്തീരും, മക്കളെ ഇങ്ങനെ നമ്മുടെ സമാധാന അന്തരീക്ഷത്തെ തകർത്തുകളയാണ് ഈ ചിന്തകൾ. ഇവിടെ ഈ ശിഷ്യന്മാർക്കും ഇത് തന്നെ സംഭവിക്കുന്നത്. അവർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശുക്രിസ്തു അവരുടെ മധ്യ പ്രത്യക്ഷപ്പെട്ട് പറയാണ്, നിങ്ങൾക്ക് സമാധാനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശിഷ്യന്മാരുടെ ഹൃദയത്തിലേക്ക് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം വലിയൊരു സമാധാനത്തെ കൊണ്ടുവരികയാണ്. അവരുടെ ആ മുരടിച്ച മനസ്സിനെ, അല്ലെങ്കിൽ ആ ദുഃഖപൂരിതമായ ആ സാഹചര്യത്തെ കർത്താവ് മാറ്റുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ ജന്മത്തിരുന്നാളിനല്ലേ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്, അതിനല്ലേ നമ്മൾ നോമ്പ് നോക്കുന്നത്. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം, യേശുക്രിസ്തുവിൻ്റെ ആ സഹവാസം അവരുടെ ജീവിതത്തിൻ്റെ അന്തരീക്ഷത്തെ മാറ്റുകയാണ്. നമുക്ക് ഈ നോമ്പാചരണത്തിൽ ഒന്ന് ചിന്തിക്കാം. നമ്മുടെ ഉള്ളിൽ യേശുവുണ്ട്, നമ്മുടെ കുടുംബത്തിൽ യേശുവുണ്ട്, നമ്മൾ ഓരോരുത്തരും ദൈവം വസിക്കുന്നുണ്ട്. നമ്മുടെ സഭയിൽ കുടുംബാന്തരീക്ഷമൊക്കെ ആ വിധത്തിൽ പോകുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കൾ ചിന്തിക്കുക, ഞാനായിട്ടാണോ എൻ്റെ മക്കളുടെ ജീവിതത്തിലെ സമാധാനം കളയുന്നത്? മക്കൾ ചിന്തിക്കുക, ഞാനായിട്ടാണോ എൻ്റെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ സമാധാനം കളയുന്നത്? ഭാര്യ ചിന്തിക്കുക, ഞാനാണോ എൻ്റെ ഭർത്താവിൻ്റെ സമാധാനം നശിപ്പിക്കുന്ന വ്യക്തി? ഭർത്താവ് ചിന്തിക്കുക, ഞാനാണോ എൻ്റെ ഭാര്യയുടെ സമാധാനം നശിപ്പിക്കുന്നത്? കുടുംബം ചിന്തിക്കുക, എൻ്റെ അയൽപക്ക ബന്ധുക്കളുമൊക്കെ ആയിട്ടുള്ള ഇടപെടലിൽ അവരുടെ കൂടെ സമാധാനം കളയുന്ന വിധത്തിലാണോ എൻ്റെ ജീവിത രീതികൾ എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. ചിന്തിച്ചാൽ മാത്രം പോരാ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ പോലെ നമ്മുടെ കുടുംബത്തിൽ സമാധാനം നൽകുന്ന വ്യക്തികളായി നമ്മൾ മാറണം. അപ്പോൾ ഈ നോമ്പാചരണത്തിൽ ബോധപൂർവം നമ്മൾ അനുവർത്തിക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, നമ്മളത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടത് ഇതാണ്: ഒരു തീരുമാനം എടുക്കുക. ദൈവമേ, ഞാൻ എന്തായാലും മാംസം ഉപേക്ഷിക്കുന്ന ഒരു പരിത്യാഗമാണ്. അതുപോലെ തന്നെ ഒരു പരിത്യാഗത്തിൻ്റെ പ്രവൃത്തിയാണ് എൻ്റെ വ്യക്തിത്വത്തിലെ വൈകല്യങ്ങളെ പരിഹരിച്ച് മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ സൃഷ്ടിക്കുന്ന, മറ്റുള്ളവർക്ക് ഏതെങ്കിലും വിധത്തിൽ മനസമാധാനം നശിപ്പിക്കുന്ന നമ്മുടെ പെരുമാറ്റ ജീവിത രീതികളെ അത് സ്വഭാവത്തിൽ നിന്ന് മാറ്റാനുള്ള പരിശ്രമം ഒരു ത്യാഗമാണ്, അതൊരു പുണ്യമാണ്. അതുവഴി ഈ ക്രിസ്മസിൻ്റെ ഒരുക്കത്തിലുള്ള നമ്മുടെ ജീവിത നാളുകൾ വലിയ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിൽ നിറവേറും. ഒരു സംശയമില്ല കാര്യത്തിൽ. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഒരു ചിന്ത. അത് ലൂക്കാ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 5ഉം 6ഉം വാക്യങ്ങളിൽ കർത്താവ് പറയുന്ന ഒരു സംഗതി ഇതാണ്: നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ആ വീടിന് സമാധാനമെന്ന് ആശംസിക്കണം. സമാധാനത്തിൻ്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവരിലേക്ക് പ്രവേശിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ സമാധാനം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോരും. അപ്പോൾ യേശുക്രിസ്തു തൻ്റെ അപ്പസ്തോലന്മാരെ, ശിഷ്യന്മാരെ സുവിശേഷ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിടുമ്പോൾ കർത്താവ് കൊടുക്കുന്ന ഒരു കൽപ്പനയാണ്: നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ആ വീട്ടിലുള്ളവർക്ക് സമാധാനം ആശംസിക്കണം. സമാധാനത്തിൻ്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവരിൽ കുടികൊള്ളട്ടെ, ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരട്ടെ. ഇതാണ് യേശുക്രിസ്തു അവർക്ക് കൊടുക്കുന്ന ഉപദേശം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ ഒരു വ്യക്തി വരുമ്പോൾ, നമ്മൾ മറ്റൊരു വീട്ടിൽ ചെല്ലുമ്പോൾ, നമുക്ക് ഇതുപോലത്തെ ഒരു സമാധാനത്തെ ആ കുടുംബത്തിലേക്ക് നൽകാനും, നമ്മുടെ വീട്ടിലാണ് വരുന്നതെങ്കിൽ അവിടുത്തെ ഭാര്യ ഭർത്തൃ ജീവിതം, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ജീവിതം, അവിടുത്തെ ആ സമാധാന അന്തരീക്ഷം കാണുമ്പോഴും അനുഭവിക്കുമ്പോഴും അവിടെ വരുന്നവർക്ക്
അവരുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരന്തരീക്ഷത്തിലാണോ നമ്മളൊക്കെ ഇന്ന് ഈ നോമ്പ് കാലഘട്ടം ചെലവഴിക്കുന്നത്? നമ്മൾ മറ്റൊരു ഭവനത്തിലേക്ക് ചെന്നാൽ നമ്മൾ ദൈവദൂതന്മാരായിട്ടല്ലേ ചെല്ലുന്നത്, നമ്മളും ക്രിസ്തുവിനെ വഹിക്കുന്നവരായിട്ടല്ലേ ചെല്ലുന്നത്. ആ കുടുംബത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ അവിടുന്ന് സംസാരിച്ച് ലോഹ്യം പറഞ്ഞ് അവരെ സ്നേഹിച്ചൊക്കെ ഇറങ്ങിപ്പോരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിൽ വസിക്കുന്ന സമാധാനത്തിൻ്റെ ആത്മാവ് അവരിലേക്കിടെ വസിക്കുമോ? അവരിലേക്കിടെ പോകുമോ? അതോ അവിടെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ സമാധാന അന്തരീക്ഷത്തെ നശിപ്പിച്ചിട്ടായിരിക്കുമോ ഞാനും നിങ്ങളൊക്കെ തിരിച്ചു പോരുന്നത്? ഇത് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുന്നൊരു കാര്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 10-25 ദിവസം നമ്മൾ നന്നായിട്ട് ഒരുങ്ങുന്ന കാലഘട്ടമാണ്. ഒരുപാട് പേര് അവരുടെ ജീവിതത്തിൽ ഒരുപാട് സുഖങ്ങൾ വേണ്ടാന്ന് വയ്ക്കുന്നൊരു കാലഘട്ടമാണ്. അവർക്ക് അനുവദിക്കപ്പെട്ട ശാരീരികവും മാനസികവുമായ സന്തോഷങ്ങളെ, സുഖങ്ങളെ വേണ്ടാന്ന് വെച്ച് യേശുക്രിസ്തുവിൻ്റെ വരവ്, അത് ജനനം ആഘോഷിക്കാൻ വേണ്ടി, യേശുക്രിസ്തുവിൻ്റെ ആ ജനന തിരുനാൾ സന്തോഷത്തോടെ കൊണ്ടാടാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ 25 ദിവസം ഇങ്ങനത്തെ പരിത്യാഗങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് അനുഷ്ഠിച്ചു പോരുന്ന സംഗതികളുമാണ്. ഒന്നും തെറ്റില്ല, എല്ലാം ദൈവാനുഗ്രഹപ്രദമാണ്, നല്ലതുമാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ സ്വഭാവത്തിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കി അവിടുത്തെ സ്വഭാവ വൈരുദ്ധ്യങ്ങളെ, സ്വഭാവ വൈകൃതങ്ങളെ, സ്വഭാവത്തിലെ മുള്ളും മുൾച്ചെടിയിലും അടങ്ങിയിട്ടുള്ളതിനെ അതിനെയൊക്കെ പറിച്ച് നീക്കി അവിടെയൊക്കെ ഒരു മാറ്റം വരുത്തിക്കൊണ്ടായിരിക്കണ്ടേ സത്യത്തിൽ നമ്മൾ ഈ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. ഞാൻ ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ പറഞ്ഞത് എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. അദ്ദേഹം വളരെയേറെ മദ്യപാനിയായിരുന്നു. അദ്ദേഹം മദ്യപിച്ച് കുടുംബത്തിൽ എന്നും വഴക്ക്, സമാധാനം എന്ന് പറയുന്ന ആ കുടുംബത്തിലില്ല. എൻ്റെ സഹോദരങ്ങളെ, അദ്ദേഹത്തിൻ്റെ മക്കള് കൊച്ചുകുട്ടികളാണ്. ആ പിള്ളേർ ഇയാൾ മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയാമോ? കട്ടിലടി കയറിയിരിക്കും. കാരണം ഇദ്ദേഹം ഭാര്യയെ മർദ്ദിക്കുന്നത്, അല്ലെങ്കിൽ കുടുംബത്തിൽ തെരുവിളിക്കുന്നത്, കലഹം ഉണ്ടാക്കുന്നത്, ഭക്ഷണം എടുത്ത് വലിച്ചെറിയുന്നത് ഈ കുഞ്ഞുങ്ങൾ ഭയങ്കര ഭയത്തോടെയാണ് കണ്ടിരുന്നത്. അപ്പോൾ കുട്ടികളെ വേണ്ടി വന്നാൽ അയാൾ തല്ലും. അപ്പം അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ പേടിച്ചിട്ട് കട്ടിലടി കയറിയിരിക്കും. അപ്പം ഈ ഒരൊറ്റ മനുഷ്യൻ മൂലമാണ് ആ കുടുംബത്തിൻ്റെ എല്ലാ സ്വസ്ഥതയും നഷ്ടപ്പെട്ടു പോണത്. അതും അദ്ദേഹത്തിൻ്റെ സുഖത്തിന് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ മദ്യപാനം. അദ്ദേഹം കുടിച്ചതുകൊണ്ട് മക്കൾക്ക് പ്രത്യേകിച്ച് സന്തോഷമൊന്നും ഉണ്ടാകണില്ലല്ലോ, ഭാര്യയ്ക്കും സന്തോഷം ഉണ്ടാകണില്ല, മാതാപിതാക്കൾക്കും ഇല്ല, അയൽക്കാർക്കും ഇല്ല, സഭയ്ക്കും ഇല്ല, നാട്ടുകാർക്കും ഇല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം സുഖത്തിന് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന ഈ തിന്മ പ്രവൃത്തി വഴി എന്തോരം മനുഷ്യരുടെ ജീവിതത്തിലാണ് അസമാധാനം വിതയ്ക്കുന്നത്. നിങ്ങൾ ചിന്തിച്ച് നോക്കണം. ഇത് ഒരു മദ്യപാനം മാത്രമല്ല ഞാൻ പറയുന്നത്, മദ്യപിക്കാത്തൊരു ഈ കലഹപ്രിയരായ ആൾക്കാരുണ്ട്. അതുമാത്രമല്ല, ഏത് വിധത്തിലുള്ള സ്വഭാവ ഇതിലടങ്ങിയ വ്യക്തിയാണെങ്കിലും ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, അതിനോട് യുദ്ധം ചെയ്യുന്നതായിരിക്കണം നമ്മുടെ ഈ നോമ്പ് കാലം. അതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം. അതിനോട് യുദ്ധം ചെയ്യുന്നതായിരിക്കണം, അതിനെ കീഴ്പ്പെടുത്താനുള്ള യുദ്ധമായിരിക്കണം നമ്മുടെ ഈ നോമ്പാചരണം എന്ന് പറയുന്നത്. അല്ലാണ്ട് മറ്റ് അനുഷ്ഠിച്ചു വന്ന കുറേ കാര്യങ്ങൾ മാത്രം ആയിരിക്കരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം നമ്മുടെ സഹ്യൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനമൊക്കെ കൂടി വചനം കേട്ടു, പ്രാർത്ഥിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്കാണ് സമാധാനം കൊടുക്കാനും സമാധാനം സ്വീകരിക്കാനും പറ്റുള്ളൂ. അതാണ് അതിൻ്റെ സത്യം. ദൈവകൃപ യേശുക്രിസ്തുവിന്റെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് സ്വീകരിക്കുന്നവർക്ക്, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? അദ്ദേഹം തീരുമാനമെടുത്തു, ഞാൻ ഇനി മദ്യപിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു പശ്ചാത്താപം വരികയാണ്. ദൈവമേ, ഞാനായിട്ടാണല്ലോ എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം നശിപ്പിച്ച് കളയണത്, ഞാനായിട്ടാണല്ലോ അത് തകർത്ത് കളയണത്. അതുകൊണ്ട് ഞാൻ മാറിയാൽ, എനിക്ക് മാറ്റമുണ്ടായാൽ, അതിന് ഞാൻ പരിശ്രമിച്ചാൽ എനിക്കെൻ്റെ വീട്ടിൽ സമാധാനം നിലനിർത്താൻ പറ്റുമല്ലോ, സമാധാനത്തിൻ്റെ രാജാവായ ക്രിസ്തുവിനെ അവിടെ വളരാൻ പറ്റുമല്ലോ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം മദ്യപാനം പരിപൂർണമായിട്ട് ഉപേക്ഷിച്ചു. എന്നിട്ട് അദ്ദേഹം വീട്ടിൽ ചെന്നപ്പോൾ എന്താ സ്ഥിതി? എൻ്റെ സഹോദരങ്ങൾ, ആ മനുഷ്യൻ പിന്നീട് ഒരിക്കലും ഒരു 1 ഡേ ധ്യാനത്തിനോ അതോ 5 ദിവസത്തെ ധ്യാനത്തിനോ വന്നപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: ഫ്രാൻസിസ് ബ്രദറെ, എൻ്റെ കുഞ്ഞ് ഒരു ആൺകുട്ടിയേറ്റാണ്. ആ കുട്ടി ഇദ്ദേഹം ജോലിയൊക്കെ കഴിഞ്ഞ് പണിക്കൊക്കെ പോയി തിരിച്ച് വീട്ടിൽ വന്ന് എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഈ കുട്ടിയുണ്ടല്ലോ അപ്പൻ്റെ മടിയിൽ കയറിയിരിക്കും. എന്നിട്ട് ഈ മനുഷ്യൻ പറയുമ്പോൾ തന്നെ എനിക്കും ഒരു സങ്കടം. ഈ നിറഞ്ഞ കണ്ണുകളോട് അദ്ദേഹം പറയാണ്, ഫ്രാൻസിസ് ബ്രദറെ, എൻ്റെ ഇളയ മോൻ എൻ്റെ മടിയിൽ കയറിയിരിക്കും. അപ്പം അന്ന് വരെ എവിടെയാണ് ഈ കുട്ടി ഇരുന്നത്? കട്ടിലിനടിയിൽ.
എന്തിൻ്റെ പേരില? അപ്പൻ്റെ മദ്യപാനം ആ കുടുംബത്തിൻ്റെ സമാധാനത്തെ തകർത്ത് നശിപ്പിച്ച് കളഞ്ഞു. ഭയത്തിൻ്റെ ആത്മാവിനെ വിതച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നോമ്പുകാലത്ത് നമുക്കൊന്ന് ചിന്തിച്ചുകൂടെ ഞാനായിട്ട് എത്ര പേരുടെ മനസമാധാനം കളയലുണ്ട്. ഒരുപക്ഷെ ചിലരൊക്കെ നന്നായിട്ട് നോമ്പ് നോറ്റ് അവസാനം ക്രിസ്മസിൻ്റെ അന്ന് എല്ലാവിധ ആഘോഷത്തിനിടയ്ക്ക് ഇതെല്ലാം ചെയ്ത് അന്ന് വരെ ഉണ്ടായിരുന്ന മനസമാധാനം മുഴുവൻ ഉടച്ചു കളയും. വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് വൈകുന്നേരം ആ കലം കുട ഉടച്ചു കളഞ്ഞു എന്ന് പറയുന്നത് പോലെയാണ്. അതല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ ജനനത്തിരുന്നാളിന് ഒരുങ്ങുമ്പോൾ യേശുക്രിസ്തു സ്ഥാപിച്ച ആ സമാധാനത്തിന് അന്തരീക്ഷത്തിലല്ല നമ്മൾ ആ നോമ്പാചരണം നടത്തി അതിനൊരുങ്ങുന്നെങ്കിൽ അതിനകത്ത് എന്താ അർത്ഥമുള്ളത്? അതിനെന്ത് വിലയാണുള്ളത്? അപ്പം അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാർ ചെന്ന് ആ ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ സമാധാനത്തിൻ്റെ ആശംസ നൽകി. നമുക്കത് നൽകാൻ പ്രിയപ്പെട്ടവരെ. എവിടെയെങ്കിലുമൊക്കെ ജീവിതയാത്രയിൽ ഇങ്ങനത്തെയൊക്കെ എന്തെങ്കിലുമൊക്കെ അസമാധാനത്തിൻ്റെ വിത്ത് വിതച്ച് അത് വളർന്ന് കാച്ച് അവിടെയൊക്കെ ഇന്ന് കലഹവും അവിടെയൊക്കെ ഇന്ന് ഭിന്നതയും മറ്റേതെങ്കിലുമൊക്കെ വിധത്തിലുള്ള ഭയവും ഒക്കെ നമ്മൾ കാരണം വന്ന് കിടപ്പുണ്ടെങ്കിൽ അവിടെയെല്ലാം സമാധാനവാഹകരായി ഞാൻ നിങ്ങൾ മാറണം. ഇതായിരിക്കണം നമ്മുടെ നോമ്പാചരണത്തിൽ ഈ പ്രാവശ്യം നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒരു സംഗതി. ഇതിൻ്റെ ഈ ദിവസങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സ്വയം ചിന്തിച്ചത് കണ്ടുപിടിക്കണം. നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അതുതന്നെയാണ്. ലൂക്കാ സുവിശേഷം 2:14 നമ്മൾ വായിച്ചു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ദൈവകൃപ. അപ്പം ഇവിടെ സമാധാനം സ്ഥാപിക്കാനും അതിൽ വളരാനും ഒരു കൃപ നമുക്ക് ആവശ്യമുണ്ട്. ഈ കൃപ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഈ പരിത്യാഗം വഴിയാണ്. ദൈവം സൗജന്യമായിട്ട് തരുന്ന ഈ കൃപയെ സ്വീകരിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കേണ്ട ഒരു പരിത്യാഗമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിശ്ചയമായും അത് ഈ കാലഘട്ടത്തിൽ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി നമുക്കതിനു വേണ്ട ഒരുക്കങ്ങൾ ചെയ്യേണ്ടത് ഒരാവശ്യമാണ്. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 23-ാമത്തെ വാക്യം. 1 തെസ്സലോനിക്ക 5:23 വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായും വിശുദ്ധീകരിക്കട്ടെ. കർത്താവ് പറയാണ്, സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായും വിശുദ്ധീകരിക്കട്ടെ. എന്നുവെച്ചാൽ എന്താ? നമ്മുടെ ജീവിതത്തിലെ അസമാധാനം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കലഹം കൊണ്ടുവരുന്ന ഏതെങ്കിലും വിധത്തിൽ കുടുംബത്തിൻ്റെ സന്തോഷത്തെ കെടുത്തിക്കളയുന്ന എന്തെങ്കിലും സ്വഭാവ സവിശേഷതകൾ എൻ്റെ ഉള്ളിലോ ഇത് കേൾക്കുന്ന നിങ്ങളുടെ ഉള്ളിലോ ഉണ്ടെങ്കിൽ നമ്മുടെ ദൈവം അതിനെ വിശുദ്ധീകരിക്കട്ടെ. സമാധാനത്തിൻ്റെ ദൈവമല്ലേ അവിടുന്ന്. അത് കലഹത്തിൻ്റെ ദൈവം അല്ലല്ലോ, കോലാഹലത്തിൻ്റെ ദൈവം അല്ലല്ലോ. അവ ദൈവസാന്നിധ്യം ഉള്ളിടം, ദൈവം വസിക്കുന്നിടം ശരിക്കും സത്യത്തിൽ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതായിരിക്കണം. സമാധാനത്തിന് പുത്രൻ അവിടെ ഉണ്ടാകണം. ആ സമാധാനത്തിൻ്റെ ദൈവം നമ്മളിൽ വസിക്കുന്നതായിരിക്കണം, അല്ലെങ്കിൽ വസിക്കുന്ന വിധത്തിലായിരിക്കണം നമ്മൾ ഈ നോമ്പാചരണം. ദൈവത്തെ ഇവിടുന്ന് അകറ്റി നിർത്തുന്ന വിധത്തിലായിരിക്കരുത്. ദൈവം ഇതിനകത്ത് വസിക്കാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനുള്ള കർമ്മങ്ങളും കർമ്മപരിപാടികളും നടത്തിക്കൊണ്ടായിരിക്കണം നമ്മുടെ നോമ്പാചരണം മുന്നോട്ട് പോകേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാത്ത അനുഷ്ഠാനങ്ങളൊന്നും ബാഹ്യമായ തലത്തിൽ നിൽക്കുമെന്നുള്ളതല്ലാതെ അന്തരാത്മാവിൽ നമ്മുടെ ആന്തരിക വ്യക്തിത്വത്തെ നവീകരിക്കുന്നതായിരിക്കില്ല. അത് ബാഹ്യമായ രീതിയിൽ തന്നെ കടന്നു പോകും. ആന്തരികതയിൽ അതിൻ്റെ ഫലം ഉണ്ടാവില്ല. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? തമ്പുരാൻ ആഗ്രഹിക്കുന്ന അനുഷ്ഠാന ആചാരങ്ങൾ എന്താണ്? ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ കാപട്യമുള്ളവരാണ് എന്ന് കർത്താവ് തന്നെ അന്നത്തെ ജനത്തെ നോക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് ബാഹ്യമായ വിധത്തിൽ നമ്മൾ ഒരുപാട് ത്യാഗപ്രവൃത്തികൾ അനുഷ്ഠിച്ച് നോമ്പ് നോക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൽ കാതലായ മാറ്റങ്ങൾ വരുന്നില്ലെങ്കിൽ ആ അനുഷ്ഠാനങ്ങളെല്ലാം വൃഥാവിലാണെന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം ഇവിടെ എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് കൊണ്ടുവരുന്ന ചിന്ത എന്താണ്? ഉള്ളിൽ നിന്ന് കാതലായ മാറ്റം വരുത്തുന്ന വിധത്തിലുള്ളതായിരിക്കണം നമ്മുടെ നോമ്പാചരണം. മനസ്സിലായോ? അപ്പം അത് നമ്മൾ സ്വയം നമ്മുടെ സ്വഭാവത്തിൻ്റെ ആ പ്രത്യേകതകൾ കണ്ടെത്തി അവയെ പരിഹരിച്ച് അവയെ തിരുത്തി സ്നാപയോഹന്നാൻ പറഞ്ഞതുപോലെ മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടായിരിക്കട്ടെ നമ്മുടെ ഈ 25 നോമ്പ് കടന്നു പോകേണ്ടത്. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. അതിനു വേണ്ടിയാണ് കർത്താവ് ഈ ഒരു കാലഘട്ടം നമുക്ക് അനുവദിച്ചത്. പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ ഇത് വളരെ അനിവാര്യമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ കുടുംബവും നമ്മുടെ കുടുംബം ആ ഒരു അന്തരീക്ഷത്തിലേക്ക് ഉയരണം. നമ്മുടെ കുടുംബാന്തരീക്ഷത്തെ നമ്മൾ ആ വിധത്തിൽ പരിവർത്തന വിധേയമാക്കണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം മാറാതെ ഒരിക്കലും നമുക്കിതിൽ വ്യത്യാസം വരില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത്, ഞാനോ നിങ്ങളോ അല്ല. ഓരോ വ്യക്തിയുമാണ് തീരുമാനിക്കേണ്ടത്, ഓരോ വ്യക്തിയും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം എഫെസ്യ ലേഖനം 2:14, കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ആരുടെ പേരിലാണോ ഈ നോമ്പ് നോറ്റ ആഘോഷത്തിന് ഒരുങ്ങുന്നത്, അവൻ നമ്മുടെ സമാധാനമാണ്. യേശുക്രിസ്തു. അവൻ്റെ ജനനം ലോകത്തിന് സമാധാനം നൽകുന്ന ഒന്നാണ്. അവൻ്റെ വാസം വ്യക്തികൾക്ക് സമാധാനം നൽകുന്ന ഒന്നാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റിമറിക്കാം. മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുന്നതോടൊപ്പം, ഡെയിലി കുർബാനയ്ക്ക് പോകുന്നതോടൊപ്പം, പരിത്യാഗത്തിൻ്റെ പ്രാർത്ഥന നടത്തുന്നതോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തെ ഒന്ന് മാറ്റാൻ കൂടി ഞാൻ തയ്യാറാകുക. ഈശോ ആഗ്രഹിക്കുന്ന അതാണ്. എൻ്റെ ജീവിതത്തിലെ കുറവുകൾ ഒന്ന് പരിഹരിക്കുക. ഞാൻ ഇത്രയും നാളും എൻ്റെ കുടുംബജീവിതത്തിൽ, കുടുംബ ബന്ധത്തിൽ ഏതൊക്കെ വിധത്തിലുള്ള അസമാധാനമാണ് സൃഷ്ടിച്ചത്, അതിൽ നിന്ന് മാറി ചിന്തിക്കുക. എൻ്റെ സാന്നിധ്യം ഒരുപാട് പേർക്ക് സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ. എൻ്റെ കുടുംബം ഇന്നൊരു സമാധാനത്തിൻ്റെ കുടുംബമായി തീരട്ടെ. അതിന് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്യും. അതിനെടുക്കേണ്ട എഫേർട്ട് ഞാൻ എടുക്കും. അതിനെടുക്കേണ്ട തിരുത്തേണ്ടത് ഞാൻ തിരുത്തും. അങ്ങനെ ഒരു നല്ല തീരുമാനത്തോടെ നമുക്ക് ഈ നോമ്പനുഷ്ഠാനങ്ങളിലൂടെ കടന്നു പോകാം. ദൈവം അതിനനുഗ്രഹിക്കും. അവസാനമായി ഒരു വചനം, തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. 2 തെസ്സലോനിക്ക 3:16. സമാധാനത്തിൻ്റെ കർത്താവ് തന്നെ നിങ്ങൾക്ക് എക്കാലത്തും എല്ലാ സമയത്തും സമാധാനം നൽകട്ടെ. സമാധാനത്തിൻ്റെ കർത്താവ് തന്നെ നിങ്ങൾക്ക് എല്ലാ കാലത്തും എല്ലാ സമയത്തും സമാധാനം നൽകട്ടെ. നമുക്ക് ഈ നോമ്പ് സമാധാനം സ്ഥാപിക്കാനും സമാധാനം സ്വീകരിക്കാനും വേണ്ടി മാറ്റിവെക്കാം. അതിനുള്ള അനുഷ്ഠാനങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം. കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നല്ല ക്രിസ്മസ് എല്ലാവർക്കും നേരത്തെ ആശംസിക്കുന്നു. നമുക്ക് നമ്മുടെ കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ നോമ്പിനെ നമുക്കൊന്ന് പുതുക്കി പണിയാനുള്ള പരിശ്രമം നടത്താം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങൾ അതിനുവേണ്ടി ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും എല്ലാ വിശുദ്ധരുടെയും മാലാഖമാരുടെയും ഒരു സജീവമായ കൂട്ടായ്മയിൽ ഇതൊക്കെ അനുഷ്ഠിക്കാനും പൂർത്തിയാക്കാനും ദൈവം നമ്മളെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.